ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്സായി ഇങ്ങനെ നിൽക്കുകയാണ്. ഈ പലരുടെയും അഡ്രസ്സ് പറഞ്ഞൂടെ ഇങ്ങനെ. ശ്രീകുമാരൻ നമ്പി സാറുണ്ട് അടയാർ ഇവിടെ അശോക് നഗർ താമസിക്കുന്നവർ പോയി കണ്ടാകുന്നു. അങ്ങനെ ഞാൻ പുള്ളിയെ പോയി കാണുന്നതാണ് സംഭവം. കാണുന്നത് തന്നെ രസകരമായ സംഭവമാണ്. അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അല്ല, ഞാൻ അവിടെ ചെന്ന് പുള്ളിയെ കണ്ട പുള്ളി എൻ്റെ ചോദിച്ചു, ഇയാളുടെ വീട്ടിൽ കണ്ണാടിയില്ലേ, ഇയാളുടെ മുഖം കണ്ടിട്ടില്ലേ, സിനിമ അഭിനയിക്കാൻ വന്നേക്കാണ്. അടൂർ ബാസി, പ്രേം നസീർ പോകുന്നുള്ളത് തനിക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. താൻ 2 കൊല്ലം തൻ്റെ വീട്ടുകാരെ ദ്രോഹിച്ചാണ്. പറ്റുമെങ്കിൽ ഇന്ന് വൈകുന്നേരത്തെ ട്രെയിനിൽ ഇയാൾ നാട്ടിൽ പോകണം. ഒരു രക്ഷയില്ല, ഇവിടെ ഇയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എവിടെ താമസിക്കുന്നത്? ഞാൻ മാലാഴ്ചയാണ്. വലിയ ആൽബമൊക്കെ ആയിട്ട് അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഭിനയിച്ച ഡിപ്ലോമ ഫിലിം ഇതിൻ്റെ സ്കിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വെളിയിൽ ചെന്ന് റൂമിൽ ചെന്നപ്പോൾ ഒരു ഫോൺ വന്നു. ഞാൻ ശ്രീകുമാരൻ തമ്പിയാണ്. നാളെ ഇയാൾക്കൊരു വേഷമുണ്ട് എൻ്റെ മോനെയായിട്ട്. വലിയ വേഷമൊന്നുമല്ല, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചെന്ന് ചെറിയ വേഷമാണ്, ഒന്ന് ചെയ്യണം. ഞാൻ പറഞ്ഞു ചെയ്യാമെന്ന്. അങ്ങനെയാണ് ആദ്യമായിട്ട് ശ്രീകുമാരൻ തമ്പി സാറാണ് എൻ്റെ എന്താ പറയുക ഗുരു. ഒറ്റ ഞാൻ പിന്നെ ചോദിച്ചു, ഞങ്ങളുടെ സാർ അന്ന് എന്നെ ക്രൂവലായിട്ട് ഇറക്കി വിട്ടിട്ട് പിന്നെ എന്തിനാണ് സാർ എന്നെ വിളിച്ചതെന്ന്. അല്ല, ഇയാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ നോക്കിയപ്പോൾ മുകളിലത്തെ കർട്ടൻ മാറ്റിയപ്പോൾ താൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് കരയുന്നതുണ്ടെന്ന്. അപ്പോൾ അവർ താഴെ എന്ന് പറഞ്ഞു, വീട്ടിൽ അഭിനയിക്കാൻ മോഹമായിട്ട് 2 കൊല്ലം പഠിച്ചൊരു കുട്ടി വരുമ്പോൾ ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്. അയാൾ പോകുന്നത് നേരെ റൂമിലായിരിക്കില്ല, കോടമ്പക്കം റെയിൽവേ ട്രാക്കിലേക്കായിരിക്കും. അയാൾ ചാടിച്ചാവും. അയാളുടെ സ്വപ്നത്തിനില്ലത് അങ്ങനെ പറയാൻ പാടില്ല. അപ്പോൾ തമ്പി സാറിന് തോന്നി, അയ്യോ അത് ശരിയാണല്ലോ, താൻ ചാവാതിരിക്കാൻ വേണ്ടി ഇത് ഉണ്ടാക്കിയ സീനാണെന്ന് പറഞ്ഞാണ് പിന്നെ പറഞ്ഞത്.